എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമ്പനെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിച്ചണിലോട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് കാണിച്ചു. ആദ്യത്തെ പാത്രം തുറന്നപ്പോൾ തന്നെ അയില വറുത്തതാണ് കേട്ടോ കണ്ടത്. ഇനി അടുത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാലട പായസമാണ് ഗൈസ്. ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പാലട പായസം. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് കേട്ടോ ഗൈസ്, കയറി കണ്ടോളൂ. ഇത് ചെമ്മീ റോസ്റ്റ് ആണ് കേട്ടോ. അതിങ്ങനെ ഡ്രൈ റോസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പയറുപ്പേരി, പിന്നെ നത്തൽ കൊണ്ടുള്ള ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പേര് കറക്റ്റായിട്ടില്ല, നത്തൽ പീരാന്ന് എന്തോ ആണ് ഇതിന് പറയുക കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടു ഗൈസ്. പിന്നെ ഒരു അടിപൊളി വച്ച മീൻ കറിയാണ് കേട്ടോ, കൊടമ്പളി ഇട്ട നമ്മുടെ മീൻ കറിയാണ് ഇത്. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ ആ പാത്രങ്ങൾ എടുത്ത പോലെ വെച്ചിട്ടില്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ വേഗം അതേപോലെ കറക്റ്റായിട്ട് വെച്ചതാണ്. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ചെറുതായി റോസ്റ്റ് ആക്കിയത്. അപ്പോഴേക്കും നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ആൻറ്റിയും ജീഷ്മക്കുട്ടി. അപ്പോൾ ഇതിൻ്റെ സ്വന്തം ഒരു അനിയത്തിക്കുട്ടിയാണ്. ഒരിക്കൽ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കി. കാരണം മാങ്ങക്കാലമല്ലേ, അപ്പം മാംഗോ ജ്യൂസ് ഇതാ കൊടുത്തു ആൻറ്റിക്ക്, പിന്നെ ജീഷ്മക്കുട്ടിക്ക് എല്ലാവർക്കും കൊടുത്തു. നമ്മളിവിടെ പായസപ്രിയരായതുകൊണ്ട് വന്നതും ഞാൻ വേഗം ഒരു പപ്പടും പായസം കൊടുത്തു കേട്ടോ. കൂടെ ഞാനും ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ സോള പറച്ചിലും കഥ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് വിളമ്പാനുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ 4 പേർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡും അപ്പോൾ കറികളൊക്കെ ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ ഒരു നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചോറൊക്കെ വിളമ്പി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. ഇലയിലൊക്കെ കൊടുക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഇലയിൽ വെക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ടേബിളിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പ്ലേറ്റിൽ തന്നെ വിളമ്പിയത്. പിന്നെ അത് എല്ലാവരോടും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വേഗം ചോറ് കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ വിഭവങ്ങളായിട്ട് കാണിച്ചു തരാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ സെയിം സാധനങ്ങളാണ് കേട്ടോ, പായസവും എല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ജീഷ്മക്കുട്ടിയുടെ ഹസ്ബൻഡ്, നമ്മുടെ സ്വത്തു, കണ്ണൻ, അതെല്ലാവരും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. ഇപ്പോഴാണ് അവിടെ മെയിനായിട്ട് നമുക്ക് വീഡിയോ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചപ്പോൾ പിന്നെ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം ജീഷ്മക്കുട്ടി വീഡിയോ എടുത്തു തന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ഫുഡൊക്കെ കാണിച്ചു തരട്ടെ. എൻ്റെ പ്ലേറ്റ് നിറയെ സാധനങ്ങളും കുറച്ച് ചോറ് കൊടുത്ത് വേഗം കഴിച്ച് പിന്നെ ഞങ്ങൾ റെഡിയായി ഒന്ന് പുറത്ത് പോവാൻ വേണ്ടിയിട്ട്. അപ്പം മൽബറി ചെടിയുടെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഈ മൽബറി ചെടിയിൽ ഉണ്ടാവുന്ന ഒരു കായാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടോളന്നില്ല. ഇത് ഭയങ്കരമായിട്ട് കളർ കയ്യിൽ പെട്ടെന്ന് ഔട്ട്. അത് കറിയുമാണ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പുളിയും മധുരമൊക്കെ ആയിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പോൾ നമ്മുടെ ജീഷ്മക്കുട്ടിക്കും കൊടുത്തു. അപ്പോൾ അവൾക്കും വലിയ കുഴപ്പമില്ല, വാവു എന്നല്ല, മുഖം വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം വലിയ ഇഷ്ടമായിട്ടില്ല. പിന്നെ ഞാൻ ആൻറ്റീനെ കൊണ്ടും എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു കേട്ടോ. പിന്നെ ഒരു പച്ച മൽബറി കൂടി പൊട്ടിച്ച് കൊടുത്തു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല, നമുക്കൊരു പുളിയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെ ഫീൽ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങോട്ട് കയറിയിട്ട. പിന്നെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കർമ്മ റോഡ് പൊന്നാനിക്കാർക്ക് അറിയാം, അവരാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും. കർമ്മ റോഡിലേക്ക് നമ്മൾ നമ്മുടെ ഗസ്റ്റിനെ കൊണ്ടുപോവാണ്. നമുക്ക് ഇങ്ങനെ പുറത്ത് പോകാനുള്ള ഒരു സ്പോട്ടും കൂടി അവിടെ ഉണ്ട് കേട്ടോ, ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ ഞങ്ങൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്കൂട്ടി എടുത്തില്ല, ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കാറിൽ കയറി അറിയാലോ, ജഗപ്പുക വർത്താനമായിരിക്കും. അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നേരെ നമ്മൾ കർമ്മ റോട്ടിലേക്ക് പോയി. ആദ്യം നമ്മളവിടെ അടുത്ത് ഹാർബർ ഉള്ളതുകൊണ്ട് ഹാർബറിക്ക് കാണിക്കാൻ വന്നതാണ് കേട്ടോ. ഹാർബർ പറഞ്ഞാൽ അറിയാലോ, ഈ മീനൊക്കെ കയറ്റി കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. ആ സമയത്ത് മീനുകൾ ഒരുപാട് വന്നിരുന്നു. പിന്നെ പരുന്തുകൾ മീൻ വരണോണ്ടാവുന്നു, പിന്നെ പറന്ന് മീൻ കൊത്താനും കൂടി നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വരുന്ന വള്ളത്തിലൊക്കെ ഫുള്ള് മീനുകൾ, മത്തിയാണ് ഇപ്രാവശ്യം കൂടുതലുണ്ടായിരുന്നത്. കണ്ടോ, ഈ കൊട്ടയിലൊക്കെ നിറയെ മത്തിയായിട്ടാണ് പോകുന്നത്. ഈ മത്തി കൊട്ട കൊണ്ടുപോകുന്നതും അതിൻ്റെ പിന്നാലെ നിറയെ ആൾക്കാരും ഉണ്ടാവും കേട്ടോ ലേലം വിളിക്കാൻ വേണ്ടി. നമ്മുടെ അടുത്തും ഇതുപോലെ 2-3 ആൾക്കാർ വന്നു കേട്ടോ. ഈ 2 കൊട്ടയ്ക്കും കൂടെ 300 രൂപയ്ക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞു. വേറൊരു ബോട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ട്, കാരണം ഇങ്ങനെ മത്തി ഇങ്ങനെ കോരി ഇടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് തോന്നുന്നു. ഒരുപാട് ആൾക്കാർക്ക് എന്നെ നല്ല പരിചയമുണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതാ ഓരോ മത്തിക്കൊട്ട കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നിറയെ ആൾക്കാരും പോയി ലേലവിളിയും കാര്യങ്ങളാണ് ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമാണ്. ഇങ്ങനെ ഭയങ്കര റേറ്റിലാണ് കേട്ടോ ലേലമൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ ലേലം വിളിയാണ് എൻ്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഞാൻ നോക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വത്ത് പോയിട്ടുണ്ടായിരുന്നു ലേലം വിളിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര പരിചയമുള്ള പോലെ കാണിച്ചിരുന്നു. പിന്നെ ഈ ഒരു മീൻകൊട്ട നമ്മുടെ അടുത്തേക്ക് പിന്നെയും കൊടുത്തപ്പോൾ ഇത് നമുക്ക് 200 രൂപയ്ക്കാണ് കിട്ടിയത്. അത് ഓരോ രീതിക്ക് നമ്മളിങ്ങനെ വില പേശെടുക്കുന്ന പോലെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കൊള്ളണം എന്നില്ല. മത്തിയും ചെമ്മീനും ആണ് കേട്ടോ മേടിച്ചത്. ചെമ്മീൻ അത്ര വലുപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായി കവറും പൈസയൊക്കെ ചില്ലറയായിട്ട് കൊണ്ടുവരണമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കവറൊക്കെ അവർ തരുമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ ഈ ഒരു കാണുന്നില്ല, ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ ഒരു സെക്ഷനിൽ മീൻ വിൽക്കുന്ന സ്ഥലം. ഈ ഒരു പ്ലേറ്റ് മീനിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഈ ഒരു ചെമ്മീനിനൊക്കെ. പിന്നെ കുറേ ഫിഷിംഗ് ബോട്ടുകൾ പോവാനും വന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ അടുത്തത് വേഗം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം കർമ്മ റോഡിലേക്ക് പോകുന്നു കേട്ടോ. കർമ്മ റോഡ് തൊട്ടടുത്ത് അവിടെ. അപ്പോൾ ഞങ്ങൾ വേഗം നമ്മൾ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് അങ്ങനെ കർമ്മ റോഡിൽ പോയി. അവിടെ ഒരു വള്ളമൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെയൊക്കെ നിന്ന് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. മഴക്കാറും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ കുറേ ബോട്ടിങ്ങും കാര്യങ്ങളും ഉണ്ട്. ടൈം കുറവായതുകൊണ്ട് നമ്മൾ കയറിയില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളുകൊണ്ട് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. കാരണം ഇത്രയും നല്ലൊരു സ്ഥലമൊക്കെ കാണിക്കാൻ ഞങ്ങൾക്കും പറ്റിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് ഇതാ കുറേ കുഴികൾ കണ്ടു. അപ്പം നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഞണ്ടും കുട്ടികളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അതിങ്ങനെ ഉള്ളിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് നോക്കുന്നവർക്ക് കാണാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തോണ്ടിയെടുത്ത ഒരു കുഞ്ഞു ഞണ്ടും കുട്ടീനെയാണ് കേട്ടോ. ഇത്രയും പോകുന്ന ഞണ്ടാണ് ആ കുഴികളിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു കൗതുകം തോന്നി ഞങ്ങൾക്കും. പൊതുവേ ഞാൻ എപ്പോഴും നല്ല ഹൈറ്റുള്ള ആളാണെന്ന് എല്ലാവരും പറയരുത്. പക്ഷേ ഇവരുടെ കൂടുതൽ ഞാൻ ഭയങ്കര ഷോർട്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ട്രോളി. പിന്നെ നേരെ നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലേക്ക് വന്നു. ഇവിടെ ഫുള്ള് കർമ്മ റോഡിൽ ഫുഡും കാര്യങ്ങളാണ് ഒരുപാടുള്ളത്. അപ്പോൾ അതാ കുറേ ഫുഡുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുകയൊക്കെ ആയിരുന്നു. അമ്മമാർ രണ്ടുപേരും ഐസ്ക്രീം കഴിക്കുക കേട്ടോ. ചെറിയ പിള്ളേർ ആരാന്നപ്പോൾ ഞങ്ങൾ ഒരു കാടമുട്ട ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഒരു ഉപ്പും എരിവൊക്കെ ഉള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേഴ്സൊക്കെ പറഞ്ഞാണ് കേട്ടോ. പിന്നെയും പ്ലേറ്റിൽ നിറയെ കഴിക്കാനുണ്ട് കേട്ടോ. പൊതുവേ നമ്മുടെ വയറ് ഫുള്ളായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ചായ കുടിക്കാനാണ് മെയിനായിട്ട് വന്നത്. ഇത് നെയ്പത്തലെന്ന് എന്തോന്ന് പറഞ്ഞു കേട്ടോ. ചിക്കനാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എന്ന് പറഞ്ഞാലും ചിക്കൻ്റെ കഷ്ണം എവിടെയാന്ന് ചോദിച്ചാൽ ഒരു കഷ്ണം നിങ്ങൾക്ക് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മുടെ ചായയും വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ചായ കുടിക്കലായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് മുല്ലപ്പൂ മേടിച്ചു. അവർ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ. എല്ലാവർക്കും ബായ്.